ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിലും എൻ്റെ ഈ എളിയ നോമ്പ് ദിന ധ്യാന സന്ദേശം ശ്രവിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ കാണിച്ച ആ വലിയ മനസ്സിന് ദൈവം തൻ്റെ ശ്രീഭണ്ഡാരം തുറന്ന് 30, 60, 100 മേനിയായി അനുഗ്രഹങ്ങളെ നൽകി നിങ്ങളെല്ലാവരെയും തമ്പുരാൻ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഈ വിശുദ്ധ നോമ്പിൻ്റെ 5-ാം ദിവസമായി ഇന്ന് ക്രൂശിൻ്റെ ആത്മീയ അർത്ഥം മനസ്സിലാക്കി പരിശുദ്ധ ദൈവമാതാവിൻ്റെ സഹനവും ക്രിസ്തുവിൻ്റെ ത്യാഗവും ധ്യാനിച്ച് ആത്മാവിനെ പുതുക്കുവാൻ സഹായിക്കുന്ന ഒരു ശക്തമായ തിരുവചന ധ്യാനത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നത്. നാം ഇന്ന് ഒരു സാധാരണ ദിവസത്തിലല്ല നിൽക്കുന്നത്. ആത്മപരിശോധനയുടെ വിശുദ്ധമായ നോമ്പിൻ്റെ ഒരു പടി നാം മുൻപോട്ട് കടന്നു വന്നിരിക്കുകയാണ്. മനസ്സാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം കാണുന്നത്. ഈ വിശുദ്ധ നോമ്പ് ദിവസം എന്ന് പറയുന്നത് ഉപവാസം മാത്രമല്ല, അത് മനസ്സിൻ്റെ ഒരു പരിവർത്തനമാണ്. വിശുദ്ധ നോമ്പ് ശരീരത്തെ ക്ഷയിപ്പിക്കുന്നതല്ല, അത് ആത്മാവിനെ ശക്തമാക്കുന്നതാണ്. ക്രൂശിന്റെ വഴിയിലൂടെ മഹത്വത്തിലേക്കാണ് നാം നീങ്ങുന്നത്. യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് യേശു തമ്പുരാൻ പറഞ്ഞത്. ഈ വിശുദ്ധ നോമ്പിൻ്റെ 5-ാം ദിവസം നമ്മോട് ചോദിക്കുന്നത് ഇതാണ്: നിന്റെ ക്രൂശ് നീ ഏറ്റെടുത്തോ? നിന്റെ ക്രൂശ് നീ ഏറ്റെടുത്തോ? ദൈവം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും നമുക്കൊരു സംശയം ചിലർക്കെങ്കിലും ഉണ്ടാക്കാം. എന്താണ് നമ്മുടെ കുരിശ്? നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, നിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, നിന്റെ ആത്മീയ വരൾച്ച, ക്ഷമിക്കുവാൻ കഴിയാത്ത മനസ്സ്, ഈ വിശുദ്ധ നോമ്പ് ക്രൂശ് ഒഴിവാക്കാനല്ല നിന്നെ വിളിക്കുന്നത്. ഈ വിശുദ്ധ നോമ്പ് നിന്നെ വിളിക്കുന്നത് ക്രൂശിലൂടെ കടക്കുവാനാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ വിശുദ്ധ നോമ്പ് നിന്നെ വിളിക്കുന്നത്. അതാണ് സഹനത്തിലൂടെ പരിശുദ്ധിയായ ദൈവമാതാവ് നമുക്ക് കാട്ടിത്തന്നത്. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മർദ്ദലാക്കാരത്തി മറിയയും നിന്നിരുന്നു. അവൾ മകനോടൊപ്പം സർവ്വതും സഹിച്ചു. അതാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ 2-ാം അധ്യായം 35-ാം വാക്യത്തിൽ നാം കാണുന്നത്. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ മറിയം ആരോടും പരാതിപ്പെട്ടില്ല. അവൾ നിൽക്കുകയായിരുന്നു തൻ്റെ മകന്റെ ഒപ്പം. ഈ വിശുദ്ധ നോമ്പിന്റെ 5-ാം ദിവസം നമ്മോട് പറയുന്നത്, നിൽക്കുക, ഓടിപ്പോകരുത്. പ്രതിസന്ധിയിലും ഏത് പ്രശ്നങ്ങളിലും എന്തു തന്നെ ജീവിതത്തിലുണ്ടായാൽ ഓടിപ്പോകരുത്, നിൽക്കുക. ദാവീദിന്റെ മനസ്സാന്തരം പോലെ നമുക്ക് നിൽക്കാം. നമുക്ക് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കാം.
ദാവീദിന്റെ മനസാന്തരം നമുക്ക് അറിവുള്ളതാണ്. ദൈവമേ, നിന്റെ ദയയ്ക്കു തക്കവണ്ണം എന്നോട് കരുണയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ എന്നാണ് ദാവീദ് പ്രാർത്ഥിച്ചത്. അങ്ങനെ പാപബോധം ഉണ്ടാകുമ്പോൾ നിരാശയിലാകരുത്. ദാവീദ് രാജാവിനെ പോലെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ വിശുദ്ധ നോമ്പ് എന്നത് കണ്ണുനീർ വിതയ്ക്കുന്ന ഒരു കാലമാണ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യുമെന്നാണ് സങ്കീർത്തന പുസ്തകം 126 അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം കാണുന്നത്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. മരുഭൂമിയിലെ പരീക്ഷണം നാം ഓർക്കുക. 40 ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ചു. അതിനുശേഷം അവൻ വിശന്നു. അപ്പോൾ പരീക്ഷകൻ പിശാച് അവന്റെ അടുത്തു വന്നു. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്നാണ് അവനോട് പറഞ്ഞത്. പക്ഷേ യേശു കർത്താവ് അവിടെ മറുപടി പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നാണ് ഉത്തരം പറഞ്ഞത്. ഈ വിശുദ്ധ നോമ്പിൽ നാം ചിന്തിക്കുക, നിന്റെ ജീവിതത്തിൽ അപ്പം എന്താണ്? നിന്റെ ജീവിതത്തിൽ അപ്പം എന്താണ്? പണം, നിന്റെ പ്രശസ്തി, സ്വാർത്ഥത? പ്രിയമുള്ളവരെ, ദൈവവചനമില്ലാതെ ഈ പരീക്ഷകന്റെ ഇടയിൽ ജീവിക്കുവാൻ കഴിയുകയില്ല. ദൈവമക്കളെ, വചനത്തിൽ മുറുകെ പിടിച്ചുകൊള്ളുക. ക്രൂശ് പരാജയമോ അതോ ഒരു വിജയമായിരുന്നു? നമുക്ക് ചിന്തിക്കാം. ലോകത്തിന് ക്രൂശ് പരാജയമാണ്. എന്നാൽ ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് കുരിശ് എന്നത് വിജയത്തിന്റെ അടയാളവും ശത്രുവിന്റെ നേരെ തകർക്കുവാൻ കഴിയാത്ത ആയുധവുമാകുന്നു. അതാണ് പരിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പറയുന്നത്, ക്രൂശിന്റെ വചനം നശിച്ചു പോയവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു എന്നാണ്. നിന്റെ ജീവിതത്തിന്റെ തകർച്ചകൾ ദൈവിക പദ്ധതിയുടെ ഭാഗങ്ങളാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരെന്നാണ്. നിന്റെ ഹൃദയത്തിന്റെ ശുദ്ധത, അതുമാത്രമാണ് ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, വീഴ്ചയുണ്ടായാലും എഴുന്നേൽക്കുക. വിശുദ്ധ നോമ്പിലും നീ വീണുപോയോ? നിന്റെ പ്രാർത്ഥന വിശുദ്ധ നോമ്പിലും കുറഞ്ഞുപോയോ? പേടിക്കേണ്ട. പത്രോസ് 3 വട്ടം നിഷേധിച്ചു. പക്ഷേ പിന്നീട് കരഞ്ഞ് മാനസാന്തരത്തിന്റെ ഒരു അനുഭവം അവനിലുണ്ടായി. ദൈവം നിന്നെ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അവൻ നിന്നെ മാടി വിളിക്കുന്നു. ഈ വിശുദ്ധ നോമ്പ് നാം ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവം നമ്മിലേക്ക് കൂടുതൽ കൂടുതലായി അനുഗ്രഹങ്ങളെ ചൊരിയുന്ന ഒരു വിശുദ്ധ നോമ്പായി മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, എൻ്റെ പാപങ്ങളുടെ ഭാരവുമായി ഞാൻ നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. ഈ വിശുദ്ധ നോമ്പിന്റെ ഈ 5-ാം ദിവസത്തിൽ എൻ്റെ ഹൃദയം പുതുക്കേണം. കഠിനമായ ഹൃദയം മൃദുവാക്കണം. മലിനമായ ചിന്തകളെ ശുദ്ധീകരിക്കണം. എൻ്റെ സ്വാർത്ഥതയും അഹങ്കാരവും നീക്കിക്കളയണം. നിന്റെ ഇഷ്ടത്തിന് കീഴടങ്ങുവാൻ എനിക്ക് വിനയവും അനുസരണയും നൽകണമേ. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ ക്രൂശുകൾ ഞാൻ പലപ്പോഴും ഒഴിവാക്കുവാൻ ശ്രമിച്ചു. എന്നാൽ ഇന്ന്
ഈ വിശുദ്ധ നോമ്പ് ദിവസത്തിൽ നിന്റെ തിരുസന്നിധിയിൽ ഞാൻ സമ്മതിക്കുന്നു, എൻ്റെ ക്രൂശ് ഞാൻ ഏറ്റെടുക്കുന്നു. അതിനെ ചുമക്കുവാനുള്ള ധൈര്യം തമ്പുരാനെ നീ അവിടുന്ന് അടിയങ്ങൾക്കായി പ്രദാനം ചെയ്യണം. വീഴുമ്പോൾ എഴുന്നേൽക്കുവാനുള്ള കരുണ നൽകണം, ബലം നൽകണമേ, ശക്തീകരിക്കണം. നിന്റെ പിന്നാലെ നടക്കുവാനുള്ള ഒരു സ്ഥിരത തമ്പുരാനെ അടിയങ്ങൾക്ക് നീ നൽകണമേ. പരിശുദ്ധിയായ ദൈവമാതാവേ, തമ്പുരാന്റെ അമ്മേ, ക്രൂശിന്റെ അടിയിൽ ദുഃഖത്തിൽ നിൽക്കുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടാതെ നിന്നതുപോലെ സഹനത്തിന്റെ മാതാവായ പരിശുദ്ധ കന്യക മർത്തമറിയമേ, എൻ്റെ ഹൃദയത്തെ അവിടുന്ന് ഉറപ്പിക്കണമേ. ദുഃഖത്തിന്റെ വാളുകൾ ഹൃദയത്തിൽ തുളച്ചു കയറുമ്പോൾ പരാതിപ്പെടാതെ ദൈവസന്നിധിയിൽ ദൈവിക പദ്ധതികൾക്ക് വിനയപ്പെട്ടതുകൊണ്ട് ആ വിശ്വാസ സ്ഥിരത ഞങ്ങളിൽ ഉറപ്പിക്കണം. ദൈവിക പദ്ധതികളിൽ വിശ്വസിക്കുവാനുള്ള കൃപ തമ്പുരാനെ അവിടുന്ന് പ്രദാനം ചെയ്യണം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി.